നമ്മളെല്ലാവരും ഓണത്തിന് പായസം വെക്കണവരാണ് അല്ലെ. അമ്പിസാമിയുടെ പാലട പായസം കുടിച്ചോർക്കറിയാം. അല്ലെങ്കിൽ സദ്യക്ക് പോയി കിട്ടുന്ന പാലട പായസത്തിന് വല്ലാത്തൊരു രുചിയാണ്. നമ്മൾ ഏത് ഇൻസ്റ്റന്റ് പാക്കറ്റ് വെച്ചുണ്ടാക്കിയാലും അല്ലെങ്കിൽ നമ്മൾ എത്ര കുറുക്കി ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് വരുന്നില്ല അല്ലെ. അവരുണ്ടാക്കുമ്പോഴേ പശുവും പാലിന്റെ ഒപ്പം ആട്ടുംപാലും ചേർക്കുമെന്ന് പറയാനായിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ടാണ് അവരുണ്ടാക്കണ പാലട അങ്ങനെ മണക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണവും ഒരു പ്രത്യേക ഒരു ടേസ്റ്റും. നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ വെച്ച് കുറെ അഡ്ജസ്റ്റ് ചെയ്യും, പാല് കുറെ നേരിട്ട് കുറുക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വരണം, കുറെ നേരം പണിയാനും വയ്യല്ലേ. അപ്പൊ നിങ്ങൾ പലതരത്തിലുള്ള ഇൻസ്റ്റന്റ് പാലട വെച്ചിട്ട് പാലട ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു പാക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടോ, സൂപ്പർ ടേസ്റ്റ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ അതെങ്ങനെ ചെയ്യുന്ന വേഗം കണ്ടാലോ. പാലടയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഈ പാക്കറ്റിന്റെ ഒരു സസ്പെൻസ് മാത്രമല്ലോ കേട്ടോ. അത് ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ പോകണ്ടെന്ന് വെച്ചിട്ടാ, വെറുതെ ബുദ്ധിപരമായിട്ടുള്ള മൂവ്മെന്റ് എങ്ങനെയുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വേഗം കാണിച്ചു തരാട്ടാ. നമ്മള് ഗ്യാസ് ഒക്കെ കത്തിച്ച് ഒരു ഉരുളിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ. അടി കട്ടിയുള്ള പാത്രം, കുക്കറാ ഉരുളിയാ, നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളെങ്കിൽ അത് കയറ്റി വെക്കുക. ഇത് പെട്ടെന്നാവൂട്ടാ, വലിയ ഡെക്കറേഷന്റെ കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു പണിയും ചെയ്യാനില്ല. നമുക്ക് വെറുതെ പാലില് ഈ സാധനം തിളക്കണത് നോക്കിയിരിക്കുക, അത്രയ്ക്കേ ഉള്ളൂ. എന്നാലും ഒരു വീഡിയോ അല്ലേന്ന് വെച്ചിട്ട് അതിന്റെ ഒരു ചടങ്ങ് പോലെ ചെയ്യണമെന്നുള്ളൂ. അപ്പൊ ഉരുളി വെച്ചിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോഴേ ഒരു 3/4 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടാ. നമ്മൾ ആദ്യം തന്നെ പാൽ ഒഴിക്കരുത്, പച്ചവെള്ളം ഒഴിച്ചിട്ട് പാൽ ഒഴിക്കാണ് നല്ലത്, അല്ലെങ്കിൽ അടിയെ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ വെള്ളം നല്ല പോലെ ചൂടായി കേട്ടാ. ഈ പാലടി ഉണ്ടാക്കാനായിട്ടേ മിൽമയുടെ പാലന്നെ എടുത്തോളൂ, അതിനാണ് ഇത്തിരി കട്ടിയും ടേസ്റ്റും. അപ്പൊ നമുക്ക് മിൽമയുടെ ഞാൻ 2 പാക്കറ്റാ ചെയ്യണേ. അപ്പൊ ഒരു 4 പാക്കറ്റ് പാല്, ഒരു പാക്കറ്റിന് 2 പാക്കറ്റ് പാല്, അതാണ് കണക്ക് കേട്ടാ. ഒരേ പാക്കറ്റ് പാലായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാട്ടാ. വേണമെങ്കിൽ നമുക്കിതൊന്ന് ഇതിലിത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഈ കവറൊന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. വേണമെങ്കിൽ എന്നല്ല, നമ്മൾ എന്തായാലും ഒഴിക്കും. ഒരുപാട് വേണ്ട കേട്ടാ, ഒരു തുള്ളി, ഒരു സ്പൂൺ അങ്ങനെ കണ്ട അത്രയ്ക്കേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഈ 4 പാക്കറ്റും ഇതുപോലെ പൊട്ടിച്ചൊഴിക്കാട്ടാ. അപ്പൊ നമ്മുടെ 4 പാക്കറ്റ് പാല് നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് നല്ല പോലെ തിളയ്ക്കണം. ഇടയ്ക്കൊന്ന് നിങ്ങൾ ഇളക്കി കൊടുത്തോളൂ, അടിയിൽ പിടിക്കാതിരിക്കാൻ. അപ്പൊ ഇത് നല്ല പോലെ തിളച്ച് വരട്ടെ കേട്ടാ. ഇപ്പൊ നമ്മുടെ പാല് നല്ല പോലെ തിളച്ച് കുറുകി തുടങ്ങിയിട്ടാ. ഈ സമയത്ത് നമുക്കൊരു 4 സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ചേർക്കണ മിക്സിൽ പഞ്ചസാര ഉണ്ട്, എന്നാലും ഒരു 4 സ്പൂൺ കൂടി ചേർക്കാം, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടാ. ഇതിലേക്ക് ചേർക്കാൻ പോണത് മിൽമയുടെ ഇൻസ്റ്റന്റ് പാലട മിക്സ്. മിൽമയുടെ എന്നെ മേടിച്ചോളൂ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ശരിക്കും എന്താ പറയാ, നമ്മൾ കുറെ സമയം ഇട്ട് വെറ്റിക്ക് ഇതാക്കിയ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് ഈ പാലട മിക്സ് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടാ. പൊട്ടിക്കുമ്പോ തന്നെ ശരിക്കും നമ്മുടെ സദ്യയിൽ നമ്മൾ ഉണ്ടാക്കില്ലേ ആ പാലടയുടെ മണാണ്. ഇതില് നമ്മൾ പഞ്ചസാര കരിയിക്കാന് കുറുക്കാന് ആക്കാന് ഒന്നിന്റെ ആവശ്യമില്ല കേട്ടാ. എല്ലാം അവര് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഇൻസ്റ്റന്റ് പാലട വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും ഇല്ല കേട്ടാ. നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 പാക്കറ്റ് നമ്മള് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾ അവിടേക്ക് ഇവിടേക്കും പോവാണ്ട് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇത് ഇതിൽ കിടന്നൊന്ന് വേവട്ടെ കേട്ടാ. ഇപ്പൊ കണ്ട നമ്മുടെ പായസം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടാ. നല്ല പോലെ വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കിയാലും അതിന്റെ ചൂടാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പാട കിട്ടും പാലട പായസത്തിന്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിലേക്ക് വേറെ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും നമ്മൾ വറുത്തിടാറില്ല കേട്ടാ. പാലടയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇനി നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് വേണം അല്ലെങ്കിൽ ഒരു മണം വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് നെയ്യ്, അത് ചൂടാക്കി ഇതാക്കൊന്നും വേണ്ട, നമുക്ക് ഈ പായസത്തിന്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോ ഇത് ശരിക്കും നമ്മുടെ സദ്യക്ക് കിട്ടുന്ന പാലടയുടെ ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. രാത്രിയാണ് ഉണ്ടാക്കണത്, അത് കാരണം ഇതിന്റെ കളർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയണ്ടാവില്ല. ശരിക്കും സദ്യ പാലടയുടെ മണവും രുചിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടാ.